നീ ഇങ്ങനെ കരയല്ലേ മണ്ടു, ആൾക്കാർ കണ്ട വേറെ തെറ്റിദ്ധരിക്കൂന്ന്. ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? കെമിസ്ട്രിക്ക് 1 മാർക്കിനാണ് എനിക്ക് ഫസ്റ്റ് പോയത്. അച്ഛൻ എന്നെ കൊല്ലും. അപ്പൊ എന്റെ കാര്യോ 2 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഫിസിക്സിന് ഫസ്റ്റ് ആണ്. ഞാനിപ്പോ വീട്ടിൽ ചെന്ന് അച്ഛനോട് എന്ത് പറയൂന്നാണ് ഞാനിപ്പോ കരുതണത്. അയ്യോ എനിക്ക് പേടിയാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കേ. ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാണ് അച്ഛൻ്റെ വിചാരം. ഞാനൊരു ടീഷർട്ട് ഇടണമെന്ന് പറഞ്ഞാൽ ഇടിക്കൂല, ഷർട്ട് ഇട്ട് കോളേജിൽ പോയാൽ മതി എന്നാ പറയണ. ടൂറ് പോകാൻ പറഞ്ഞാൽ വിടൂല. എന്തൊരു കഷ്ടമാണ്. എന്താണ് ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ? ഇത് തന്നെയാണ് വീട്ടില്. ഒരു കാര്യം പറഞ്ഞ അച്ഛന് മനസ്സിലാവൂല. അച്ഛനോട് എന്ത് പറയും? സൂതേട്ടൻ വരണുണ്ട്. നീങ്ങി നടന്നോ, അയാൾ പോയി എന്തേലും പറഞ്ഞിട്ട് വേണം. അപ്പൊ ഇതാണ് പരിപാടിയില്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് 2 ആൾ കൂടി ചുറ്റിക്കിടക്കിട്ട് വരികയാണ്. എന്ത് വർത്താനമാണ് സൂതേട്ട ഈ പറയണ? ഞങ്ങള് ക്ലാസ് വിട്ട് ബസ്സിന് വന്നപ്പോ ബസ് ബ്രേക്ക് ഡൗൺ ആയി. അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ 2 ആളും കൂടി നടന്നു വരെയാണ്. അപ്പൊ ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറ്റില്ലേ? ആകെ വണ്ടിക്കൂലി അങ്ങാടും ഇങ്ങാടും ഉള്ളതല്ലേ വീട്ടിൽ നിന്ന് തരുള്ളൂ അച്ഛൻ. എന്ത് തന്തമാരാണ് അങ്ങടെയൊക്കെ തന്തമാര്. അങ്ങോട്ട് ചെല്ല് മോളെ, ഇനിയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മൂക്കോടി വിളിച്ച് ഓന്തിനെ പോലെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അയ്യോ എന്നാ ഇന്നെ കൊല്ലും. ഞാൻ പോണേ. നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കണ്ട. വീട്ടിൽ പോയി നോക്കട്ടെ. ചെല്ല്. അവിടെ സമയത്രയെന്ന് നിനക്കെന്താടി ചെവി കേട്ടൂടെ? സമയത്രയെന്ന്. സാധാരണ നീ കോളേജിൽ നിന്ന് വരേണ്ട സമയമാണോ അത്? 1 മണിക്കൂർ വൈകില്ലേ? അതെങ്ങനെ വൈകിന്നാ ചോദിക്കണേ. അല്ല, ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോ ഇറക്കി വിട്ട് അപ്പൊ നടന്നു വന്ന്. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോറേ നിനക്ക് ഇങ്ങട്. ഓട്ടോയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. അച്ഛനോട് ഞാൻ എപ്പോഴും പറയണല്ലേ കുറച്ച് പൈസ എന്തേലും എനിക്ക് തന്നുവിടാൻ. കേറിപ്പോ. അവിടെ നിനക്ക് ഇന്ന് മാർക്ക് ലിസ്റ്റ് കിട്ടുന്ന ദിവസമല്ലേ? അത് കിട്ടിയോ? പിന്നെ അത് കിട്ടിയെങ്കിൽ പറയാതെ പിന്നെ കയറി പോയത് എന്തിന്? എല്ലാത്തിനും ഫുള്ളില്ലേ? എന്നാ കയറി പോകോ. പക്ഷെ കെമിസ്ട്രിക്ക് 1 മാർക്കില്ല. 1 മാർക്കില്ലേ? അതെങ്ങനെയാ നിനക്ക് 1 മാർക്ക് നഷ്ടപ്പെട്ടത്? 1 വേർഡ് തെറ്റി. 1 വേർഡ് തെറ്റിയോ? എങ്ങനെയാ നിനക്ക് 1 വേർഡ് തെറ്റിയത്? എങ്ങനെയാണ് തെറ്റിയത്? എടി, പഠിക്കാൻ പറയണ സമയത്ത് പഠിക്കണടി, അല്ലാതെ സ്വപ്നം കണ്ടോണ്ടിരുന്ന അങ്ങനെ തന്നെയാ. ഇനി നീ വെടിയിരുന്നടി. ഇനി കോളേജിൽ പോകാൻ വേണ്ട, ഒന്നും വേണ്ട. വല്ലവരും വരുമ്പോ കല്യാണം കഴിച്ചു കൊടുക്കാം. അല്ലത് അല്ലടി, മാർക്കില്ലാത്ത പെണ്ണിന് ആരും കല്യാണം കഴിക്കുമല്ലേ? അങ്ങനെയുണ്ടല്ലോ. അച്ഛൻ ഞാൻ തോറ്റൊന്നും ഇല്ലല്ലോ. 1 മാർക്കല്ലേ പോയുള്ളൂ. 1 മാർക്ക് എന്താടി നിനക്ക് വിലയില്ലേ? ഇല്ലേ? ആളുകളുടെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? കഴുതകളി എത്ര പറഞ്ഞാലും കേൾക്കില്ല. കേറിപ്പോടി അകത്ത് നിന്ന് പോകാതെ. 1 മാർക്ക് കളഞ്ഞു വന്നിരിക്കണം അവള്. എന്നിട്ട് ന്യായവും. അല്ലണ്ട രാഘവേട്ടാ, നിങ്ങളിങ്ങനെ നേരം വെളുക്കുമ്പോട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ ഒറ്റ നിപ്പ് ഇങ്ങനെ നിന്നാല് ഇതൊക്കെ കാല് കടയില്ലേ? എന്നാ ഇവിടെ നിക്കണേൽ ഇക്ക് വല്ല ഉപകാരം വേണ്ട. ഒരു 10 പൈസയുടെ സാധനങ്ങൾ വാങ്ങൂല. ഇതിപ്പോ ഈ റോട്ടിൽ കൂടെ പോണവര് വലിയ മേടിക്കാൻ കയറാന്ന് വിചാരിച്ചാൽ തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കണണ്ട. ഇവിടെ നല്ല തിരക്കാ വിചാരിച്ചിട്ട് അവര് പോവും. എന്റെ കച്ചവടം കൂടി മുടങ്ങാണ് ഇപ്പൊ. വീട്ടിൽ പോയിക്കോളി. സത്യശീലം മാഷ് വരുന്നുണ്ട്. അടച്ച പൗട്ടത്തോക്കിന്റെ സ്ഥിതിയാണ് എന്റെ. ഒരു ഉണ്ട പോകുമ്പോ അത് അടുത്ത ഉണ്ട വരുന്നു. ഗുഡ് മോർണിംഗ് സാർ. അവിടെ നിന്റെ മാഷ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്.
എന്താ ചെയ്യണിപ്പോ? കേബിളിന്റെ പണിയാ. അങ്ങോട്ട് കയറാണ്ടിരുന്നാ മതിയായിരുന്നു റബ്ബേ. പോയോ? ആരേ? ആ മാഷേ. എന്താണ്? എടോ കോയെ, ആ നമ്മളൊരു ജോലി ചെയ്യുമ്പോ ആ ജോലിയിൽ നമുക്കൊരു ആത്മാർത്ഥതയൊക്കെ വേണ്ടേ? വേണല്ലോ. അല്ലേ? അതെ. ഇതെന്താ സാധനം? അത് മുട്ടുസൂചിയല്ലേ? അല്ലേന്നല്ല, അത് മുട്ടുസൂചിയാണ്. ആണ്, മുട്ടുസൂചിയാണ്. ഇത് ഞാൻ എവിടുന്ന് വാങ്ങിച്ചതാ? മാഷ് ഇവിടുന്ന് തന്നെയല്ലേ എല്ലാതും വാങ്ങല്. അല്ലേ? അതെ. എന്നാ ഇതിനകത്ത് 3 എണ്ണത്തില് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അതെ. ചിലപ്പോ ചിലപ്പോ അങ്ങനെ പറയരുത്. അപ്പൊ ഈ തുരുമ്പ് പിടിച്ച സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കരുത്. പക്ഷെ 3 മുട്ടുസൂചിയല്ലേ ഉള്ളൂ. 3 മുട്ടുസൂചി ആണെങ്കിലും അതിലത്തെ ഒരു മുട്ടുസൂചി മേല് കുത്തി തറച്ചിട്ടുണ്ട് വെച്ചാൽ സെപ്റ്റിക്കാവില്ലേ? അതിന് താൻ സമാനം പറയൂ. അല്ല, ഞാൻ അനുഭവിക്കണോ വേണ്ടയോ അത് പറ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ടുസൂചി മാറ്റിയിട്ട് താൻ എനിക്ക് വേറെ 3 എണ്ണം അതിനകത്ത് ഇട്ട് തരിക. നല്ലത്. അല്ല മാഷ, അതിനിപ്പോ വേറെ പാക്കറ്റ് പൊട്ടിക്കണ്ടേ? എടോ, അത് പൊട്ടിക്കണോ പൊട്ടിക്കണ്ടേ എന്ന് എനിക്ക് അറിയണ്ടാന്ന്. എനിക്കത് കിട്ടണം. പിന്നെ എങ്ങനെ? എന്തപ്പോ ചെയ്യണ്ടേ? ഞാൻ അങ്ങോട്ട് പോവാണ്, വേറെ വഴിക്ക് പോവാ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇതിൽ തന്നെ വരും. തിരിച്ചു വരണ സമയത്തേക്ക് അതിൽ ആ തുരുമ്പ് പിടിച്ചിട്ടുള്ള മുട്ടുസൂചി മാറ്റിയിട്ട് നല്ല മുട്ടുസൂചി അതിനകത്തേക്ക് എടുത്തു വെക്കണം കേട്ടാ. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം, നാളേക്ക് നീട്ടി വെക്കരുത്. എന്തായാലും മഴക്കുള്ള കോളുണ്ടല്ലേ? എന്തായാലും കുഴെടുത്ത് നന്നായി. ചെയ്യേണ്ടത് ഇപ്പൊ എന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതെന്താ ഹോംവർക്കാ? നിങ്ങളുടെ സ്കൂളിലൊന്നല്ല ഞാൻ ഇരിക്കണത്, എന്റെ പീടിയല്ല ഇരിക്കണത്. അന്നെന്റെ റബ്ബേ, ഇതാ വരുന്ന അടുത്തത്. എവിടുക്കപ്പം മിസ്റ്റർ കോയ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. സച്ച് ബോൾന झूठ मत बोलना, मैं फौजी हूं. ഒരുപാട് ഓപ്പറേഷൻസ് നെഞ്ചു വിരിച്ച് നേരിട്ടിട്ടുള്ള ഒരാളാണ് ഈ ഞാൻ. എന്താ സുഖം കാണല്ലേ? കുന്തം ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളും മിസൈലുകളും നെഞ്ചു വിരിച്ച് നേരിട്ടിട്ടുള്ള ഒരാളാണ് ഈ ഞാൻ. എന്താ പൊട്ടനാ നെഞ്ചു വിരിച്ച് നിൽക്കാൻ മിസൈലിന്റെ മുമ്പിൽ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് പറയുക. അല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല സാറേ. എന്താ പ്രശ്നമൊക്കെ ഒന്നും പിടുത്തം കിട്ടുന്നില്ലല്ലോ. മിസ്റ്റർ കോയ, ഞാൻ ഈ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് മാത്രമേ ഉത്തരം പറയാവൂ. എന്ത് സാറേ ഇത് ഇന്റർവ്യൂ? ഞാൻ ഇവിടെ പീടി നടത്താൻ നിങ്ങൾ എന്താ വന്ന് പറയണത്? എന്റെ മകന്റെ ഭാവിയുടെ കാര്യത്തിൽ എനിക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും. എന്റെ മകനായ പ്യാരിജാതന് നിങ്ങൾ ഇവിടെ തമ്പാക്ക്, ശംഭു, ബീഡി, സിഗരറ്റ് മുതലായ ലഹരി വസ്തുക്കൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? അയ്യോ, ഓന്റെ ഒരു കായില്ലാണ്ട് ഞാൻ സ്റ്റുഡന്റ് ഓനല്ല. അതന്നെ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റുഡന്റിന്റെ കയ്യിൽ നയാ പൈസ ഉണ്ടാവാറില്ല ചങ്ങായിയുടെ കയ്യിൽ. പിന്നെ ഇവിടുന്ന് എന്ത് വാങ്ങണം? ഇവിടുന്ന് എന്റെ മകൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ലഹരി വസ്തു കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ നടപടി കൈക്കൊള്ളും. സംസാ ഇവിടെ എന്ത് ലഹരി പദാർത്ഥങ്ങൾ സാറേ? ഇതാ ഇവിടെ ഇരിക്കണ ആകെ കപ്പലിന്റെ മുട്ടായും തേനില വെക്കണ്. ഇതിന്റെ ഉള്ളിൽ എന്ത് ലഹരി ഉണ്ട്? ഇതിലും ലഹരി കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നെല്ലുത്ത് കമ്പനിയിൽ പോയ മാതിരി ഈ ചങ്ങായി സംസാരിക്കാൻ വന്നാൽ.